കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടുകളായി മലയോര കർഷകർ, പ്രത്യേകിച്ച് നമ്മളെ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളും, ഇപ്പോൾ നമുക്കറിയാം പട്ടണത്തിലുള്ള സാധാരണക്കാരുടെയും കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലും ആവശ്യവുമാണ് വന്യമൃഗവും അല്ലെങ്കിൽ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു നിയമ ഭേദഗതി വേണം എന്ന് പറഞ്ഞത് ഇന്ന് ഇടത് സർക്കാർ നടപ്പിലാക്കി മുന്നോട്ട് പോയിരിക്കുന്നത്. അതിൽ വലിയ ഒരു ആശ്വാസം നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഇടത് സർക്കാരിനെ നന്ദിയോടെ ഓർക്കുന്നു, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഇടപെടലുകൾ ഞങ്ങളെല്ലാവരും, കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാവരും വകുപ്പ് മന്ത്രിയെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെയും കണ്ട് ഇതിൻ്റെ ഭേദഗതി ഏതൊക്കെ തരത്തിൽ വേണം എന്നുള്ള ഞങ്ങളുടെ ചില നിർദ്ദേശങ്ങൾ പറയുകയുണ്ടായി. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് കഴിഞ്ഞ 4 വർഷം 5 വർഷക്കാലമായി നിരന്തരമായി ഒരു കേരള സംസ്ഥാനത്തിൻ്റെ ഒരു ദുരന്തമാണ്. നമുക്കറിയാം സാമൂഹിക പ്രശ്നങ്ങൾ വളരെയധികം ഉണ്ട്, പക്ഷേ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു വിഷയം ഇതാണെന്ന് തന്നെയാണെന്ന് ഞങ്ങളൊക്കെ കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് MLA-മാരെ മുഴുവൻ അത് ഡെലിഗേഷനായി കേന്ദ്രത്തിൽ പോവുകയും അവിടെ വനവകുപ്പ് മന്ത്രിയെ കണ്ട് 1.25 മണിക്കൂർ ഇരുന്ന് ചർച്ച ചെയ്ത് നിയമ ഭേദഗതി എങ്ങനെ വേണം, എന്ത് ഡയറക്ഷനാണ് വേണ്ടത്. കാരണം ഇതിൻ്റെ നിയമത്തിനുള്ള ഒരു വ്യാഖ്യാന തെറ്റുകളുണ്ട്. ഞാനിവിടെ ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന തലത്തിലുള്ള യോഗം ഇപ്പോൾ നടന്നിട്ട് അവിടെ ഞാൻ പറഞ്ഞു, അതിനകത്ത് നിയമനവും അതിൻ്റെ വ്യാഖ്യാനങ്ങളും കാലോചിതമാക്കണം. നമുക്ക് ജീവനും സ്വത്തിനും അതുള്ള സംരക്ഷണം കൊടുക്കേണ്ടതല്ല, അത് ജസ്റ്റ് നിയമം മാത്രം പോരല്ലോ. അപ്പോൾ അതനുസരിച്ച് മാറ്റങ്ങൾ വേണം. അതനുസരിച്ച് ഈ നിയമത്തിൽ തന്നെ നമ്മളെ വനം സംരക്ഷണം അല്ലെങ്കിൽ വന്യജീവി സംരക്ഷണ നിയമത്തിൽ തന്നെ 63 പ്രകാരം ഷെഡ്യൂൾ പ്രകാരം ഒരു ഡയറക്ഷൻ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് 11(2)ൽ തന്നെ പറയുന്നുണ്ട് സ്വയം രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് വെടിവെക്കാം, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണ്? നേരത്തെ ഉണ്ടായിരുന്ന നിയമത്തിൽ പല ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ ക്ലോസ് ഉണ്ട്. അതിനനുസരിച്ച് ഇപ്പോൾ ഒരു വന്യമൃഗം പുറത്തേക്ക് വന്ന് ജനവാസ കേന്ദ്രത്തിൽ വന്ന് ഒരു ആളെ ആക്രമിച്ചാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും? ഉടനെ തന്നെ 2-3 കാര്യങ്ങളാണ് വൈൽഡ് ലൈഫ് വാർഡൻ റിപ്പോർട്ട് എടുക്കേണ്ടി വരും. ആ റിപ്പോർട്ട് എടുക്കുമ്പോൾ ഈ പുലി തന്നെയാണോ അല്ലെങ്കിൽ ഈ കടുവ തന്നെയാണോ ആക്രമിച്ചത് എന്ന് വെരിഫൈ ചെയ്യേണ്ടത്. അവിടെ പോയി വെരിഫൈ ചെയ്യും. അത് കഴിഞ്ഞ് പിടിക്കാൻ നോക്കണം. പിടിക്കണമെന്നുണ്ടെങ്കിൽ മയക്കുവെടിയെ വെക്കാൻ പാടുള്ളൂ. ക്യാപ്റ്റീവ് ആയതിനു ശേഷം അതിനെ അകത്തേക്ക് കൊണ്ട് വിടണോ അതോ ട്രാൻസിറ്റ് ചെയ്യണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു നിയമങ്ങളിലേക്കാണ് പോകുന്നത്. അതും മാത്രമല്ല, ഒരു 6-അംഗ കമ്മിറ്റി, കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു 6-അംഗ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി സ്ഥിരമായിട്ടുള്ളൊരു കമ്മിറ്റിയല്ല. പ്രാദേശികമായി ഓരോ സ്ഥലത്ത് നടക്കുമ്പോൾ ചിലപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ടുള്ള ഒരു കമ്മിറ്റിയെ രൂപീകരിച്ച് ആ കമ്മിറ്റി സ്റ്റഡി നടത്തി ഇതിനെ വെടിവെക്കാൻ പോകുമ്പോൾ നാശനഷ്ടം മുഴുവൻ ഉണ്ടായിട്ടാണ്. വളരെ ഭയാനകമായ ഒരു നിയമം ഇവിടെ കൊണ്ടുവന്നു. ആ നിയമത്തിൻ്റെ ഒരു ഭേദഗതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ ഭേദഗതി ഇപ്പോൾ കളക്ടറും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് വെച്ച് നമുക്ക് വൈൽഡ് ലൈഫ് വാർഡന് അത് വെടിവെക്കാനുള്ള ഓർഡർ കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പല ഭേദഗതി അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ ഈ വേർമിൻ ആനിമലായിട്ട് കാട്ടുപന്നിയെ പ്രഖ്യാപിക്കുന്നതും അത് കേന്ദ്രം അനുവദിച്ചില്ല, അതിൻ്റെ ഭേദഗതി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാനുള്ള നടപടികൾ എടുക്കേണ്ടതുണ്ട്. അപ്പം ഇത് പലതരത്തിലുള്ളതുണ്ട്. അതിനകത്ത് നിയമ ഭേദഗതികൾ വന്നിരിക്കുന്നു. ഇനിയും അതിൻ്റെ മുന്നോട്ടുള്ള ഇതിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തണമെന്നുണ്ട്. പക്ഷേ ഏതൊക്കെയായാലും കേരള സംസ്ഥാനത്ത് ഈ രാജ്യത്ത് ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയൊരു നിയമ ഭേദഗതിയിലേക്കാണ് പോകുന്നത്. അതിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഇടപെടലുകൾ വളരെ ശക്തമായി ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ തന്നെ പറഞ്ഞു, ഇതിനകത്ത് ഈ പറയുന്ന നിയമസഭ നേരത്തെ വിളിച്ചു കൂട്ടണം. അടുത്ത നിയമസഭയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനകത്ത് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകണം. ഇന്നലെ സ്പെഷ്യലായിട്ട് ക്യാബിനറ്റ് കൂടുകയും ആ ക്യാബിനറ്റിൽ കൂടി അതിനകത്ത് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ ഉള്ള ഒരു വിഷയമാണ് നമ്മുടെ തെരുവുനായുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. ഇത് രണ്ടും 2 ആക്റ്റാണ്. ഒന്ന് നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടും, 2 ക്രൂവൽറ്റി അഗൈൻസ്റ്റ് ഡൊമസ്റ്റിക് ആനിമലുമാണ്. അവിടെ നമ്മൾ കാണുന്നത് ഇപ്പോൾ മറ്റ് വിഷയങ്ങൾ, പക്ഷിപ്പനി വരുമ്പോഴും പന്നിപ്പനി വരുമ്പോഴും അതിനെയെല്ലാം വെടിവെച്ച് തീർക്കാനും ഒക്കെയുള്ള അനുവാദമുള്ളപ്പോൾ ഈ നമ്മുടെ സ്ട്രേ ഡോഗ്സിനെ അതിന് പേവിഷ ബാധയുള്ള ആ പട്ടിയെ പോലും കൊല്ലാനുള്ള ഒരു അനുവാദം പോലും ഇല്ല എന്ന് പറഞ്ഞ കേട്ടുകേൾവില്ലാത്തതാണ്. അപ്പോൾ ഇതിനകത്ത് വലിയൊരു പോരാട്ടം ആവശ്യമാണ്, നിയമഭേദഗതി ആവശ്യമാണ്. ഇവിടെ എല്ലാം തടസ്സം നിൽക്കുന്ന കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ്. അപ്പോൾ ആ വിഷയങ്ങൾ മാറ്റി ഇന്നിപ്പോൾ ഷെഡ്യൂള്
അപ്പോൾ കുരങ്ങൻ്റെ ഷെഡ്യൂള് ഇപ്പോൾ ആ ഷെഡ്യൂള് 1 എന്നുള്ളത് 2 ആക്കാനുള്ളത്. 1 എന്ന് പറഞ്ഞാൽ വീണ്ടും വൈൽഡ് ലൈഫ് വാർഡൻ വേണം ഇതുപോലെയുള്ള നിയമങ്ങളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ആ ഷെഡ്യൂള് മാറ്റാനുള്ള റെക്കമെൻഡേഷൻ പോവുകയാണ്. അപ്പോൾ അത് വലിയൊരു ഒരു 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 തുടക്കം എന്ന് തന്നെ ഞാൻ പറയും, ഒരു ആശ്വാസമായിട്ട് കാണുന്നു അതിനെ. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുകയാണ് സർക്കാർ. നമ്മളിപ്പോ വന്യമൃഗത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ അയ്യപ്പ സംഗമത്തിലേക്ക് കൂടി കടക്കുകയാണ് സർക്കാർ. അല്ല, അതല്ല, അത് ആ ഭാഗത്ത് പോട്ടെ. ഞാനിപ്പോ ഈദുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നമ്മൾ വന്യമൃഗത്തിന്റെ വിഷയമുണ്ട്, അതുകൂടാതെ തിരുനായുടെ വിഷയമുണ്ട്. ഇപ്പം കേരള കോൺഗ്രസ് തന്നെ ഇടപെട്ടുകൊണ്ട് പൈലറ്റ് ചെയ്ത പട്ടയത്തിന്റെ വിഷയമായിരുന്നു. ആ പട്ടയത്തിന്റെ വിഷയത്തിൽ നമുക്കറിയാം, ഈ കോടതിയിൽ വന്ന ഒരു വേഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ പട്ടയം കിട്ടി അവിടെ വ്യാപാര സ്ഥാപനങ്ങൾ, സ്കൂള്, കോളേജ്, ആശുപത്രികളൊക്കെ നിർമ്മിച്ചത് നിയമവിരുദ്ധമായി. അപ്പോൾ അതിനെ റെഗുലറൈസ് ചെയ്യുവാനോ നിയമ ഭേദഗതിയിൽ കൂടെ പറ്റുള്ളൂ. ആ നിയമ ഭേദഗതി വെച്ചിട്ടുണ്ട്. ഇനിയും അതിനകത്ത് ചില നീക്കുപോക്കുകളൊക്കെ നടത്തേണ്ടതുണ്ടാകാം. അതൊക്കെയുമായി ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് പോവുകയാണ്. മിക്കവാറും നാളെ സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് പോകും. കേരള കോൺഗ്രസ് അതിനകത്തുള്ള ചില ഭേദഗതികൾ ഇനിയും വേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ ഏതൊക്കെയാലും ഒരു വലിയൊരു ഇടപെടൽ നടത്തി ഈ സർക്കാർ തീർച്ചയായും കർഷകർക്ക് വേണ്ടി ഈ പറയുന്ന ഇവിടുത്തെ ഈ ഒരു സാമൂഹിക വിഷയം എന്ന നിലയ്ക്ക് ഇത് ഇടപെട്ടുകൊണ്ട് ഇതിന് പരിഹാരത്തിന് വേണ്ടി വലിയൊരു മുന്നേറ്റം എടുത്തു എന്നുള്ളത് വലിയ ഒരു ആശ്വാസമാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ചെയർമാനും എന്ന നിയമ പോരാട്ടം കർഷക മക്കളെ നേതാവേ, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ. നീതിക്കും നേരുമായി പോരാടുന്നൊരു നേതാവേ, കർഷക മക്കളെ നേതാവേ, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ.